കാരമുണ്ടേ. രാമായണത്തിൽ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ദശരഥൻ. ദശരഥൻ സർവ്വലോക സമ്മതനായിരുന്നു, ദേവന്മാർക്ക് പോലും പ്രിയങ്കരനായിരുന്നു. അവർക്ക് ബുദ്ധിമുട്ടുള്ളപ്പോൾ പോലും സഹായത്തിനായി സമീപിച്ചിരുന്ന വ്യക്തിയായിരുന്നു ദശരഥൻ. അങ്ങനെയുള്ള ദശരഥന് ശത്രുക്കളാലല്ല മരണം സംഭവിച്ചത്, സ്വന്തം ഭാര്യയാൽ. അതോ തനിക്ക് 3 ഭാര്യമാരുള്ളതിൽ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ഏറ്റവും കൂടുതൽ നേരം വ്യയം ചെയ്യുകയും ചെയ്ത തൻ്റെ രണ്ടാമത്തെ ഭാര്യയുടെ പ്രവൃത്തി മൂലമാണ് ദശരഥന് ആകസ്മികമായി പ്രാണൻ വെടിയേണ്ടി വന്നത്. അപ്പോൾ എത്രയേറെ ബുദ്ധിശാലിയാണെങ്കിലും ശക്തിശാലിയാണെങ്കിലും അളവറ്റ രീതിയിൽ മറ്റുള്ളവർക്ക് അവസരം കൊടുത്താൽ തൻ്റെ തീരുമാനമെടുക്കാനുള്ള കഴിവിനെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് അടിയറോ വെച്ചാൽ അപ്രതീക്ഷിതമായ കഷ്ടനഷ്ടങ്ങൾക്ക്, എന്തിനാ മരണത്തിന് പോലും നമ്മൾ ഇരയാകും എന്ന് ദശരഥൻ നമ്മൾക്ക് മാതൃക കാട്ടിത്തരുന്നു. ഇനിയോ ദശരഥനെ ആ തലത്തിലേക്ക് തള്ളിവിട്ട കൈകേയിയെ കണ്ടിട്ടില്ലേ? ഉണ്ട്. പണ്ടത്തെ കാലത്തുള്ളതിനേക്കാൾ കൂടുതൽ കൈകേയിമാർ ഇന്ന് ലോകത്തിലുണ്ട്. സ്വന്തം ഭർത്താവിൻ്റെ സ്വത്ത് സമ്പത്തും സമൃദ്ധിയും കരഗതമാക്കാൻ വേണ്ടി കാമുകരോടൊപ്പം ഭർത്താവിനെ കൊണ്ടുപോയി റിസോർട്ടിൽ വെച്ച് കൊന്ന് വെട്ടിനുറുക്കിയ ഭാര്യമാരുടെ കഥകൾ നമ്മുടെ പേപ്പറുകളിൽ നിറയുന്നു. തൻ്റെ ഭർത്താവിൻ്റെ സ്വത്ത് സമ്പത്തും അപഹരിക്കുന്നതിന് വേണ്ടി, തൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ചതിക്കുവാനും വഞ്ചിക്കുവാനും തയ്യാറാകുന്ന ഭാര്യമാരുടെ എണ്ണം ക്രമത്തിലധികമായി വർദ്ധിക്കുന്നു. തൻ്റെ ഭാര്യയുടെ സ്വത്ത് സമ്പത്തും സമൃദ്ധിയും കരഗതമാക്കാൻ വേണ്ടി യാതൊരു മടിയും കൂടാതെ ആസുരനേക്കാൾ മ്ലേച്ഛമായ രീതിയിൽ തൻ്റെ ഭാര്യയെ കൊല്ലുവാൻ തയ്യാറാകുന്ന ആധുനിക പുരുഷ കൈകേയിമാരും ലോകത്തിൽ നിറയുന്നു. ഇന്നലെ വരെ കൈകേയി ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ പ്രതീകമായിരുന്നു. ദശരഥൻ്റെ 3 ഭാര്യമാരിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത്, ഏറ്റവും കൂടുതൽ ആദരിച്ചിരുന്നത് കൈകേയിയായിരുന്നു. കൈകേയിയോടൊരു കാര്യം പറഞ്ഞാൽ ദശരഥൻ അത് തീർച്ചയായും നേടിത്തരും എന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നു. കാരണം ദശരഥൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകളിലും രാജസഭകളിലും എന്തിന് യുദ്ധമുഖങ്ങളിൽ പോലും ദശരഥൻ്റെ നിഴൽ പോലെ ഉണ്ടായിരുന്നു കൈകേയി. തന്മൂലം ദശരഥൻ അന്ധമായി കൈകേയിയെ വിശ്വസിക്കുകയും ചെയ്തു. തൻ്റെ സ്നേഹത്തിലൂടെ, പ്രകടനത്തിലൂടെ ശരിക്കും കൈകേയി ദശരഥനെ ഹൈജാക്ക് ചെയ്യുകയായിരുന്നു. കൈകേയി പറയുന്നിടത്ത് തുല്യം ചാർത്തുക എന്ന തലത്തിലേക്ക് ദശരഥൻ എത്തി. അങ്ങനെ സർവരാലും ആരാധിക്കപ്പെട്ട് ഉത്തമയായ പട്ടമഹർഷിയായി, ശരിക്കും പട്ടമഹർഷിയാകേണ്ടത് കൗസല്യ, ആ കൗസല്യക്ക് ലഭിക്കേണ്ട ആ അംഗീകാരം കൂടെ കവർന്നെടുത്ത് താനാണ് മിടുക്കി, താനാണ് ഗമി, താനാണ് ബുദ്ധിമതി എന്ന് സ്വയം പ്രഖ്യാപിച്ച് തൻ്റെ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൈകേയി ആ പദവിയും കരഗതമാക്കി. അങ്ങനെ ഏവർക്ക് സമ്മതകരമായി ഇരിക്കുന്ന ആ കൈകേയി തൻ്റെ കൂട്ടുകാരിയുടെ അല്ലെങ്കിൽ തൻ്റെ പരിചാരികയുടെ വാക്കിനെ വിശ്വസിക്കുന്നു, അന്ധമായി തെറ്റിദ്ധരിക്കുന്നു. പരിചാരിക പറയുന്നത് കേട്ടപ്പം അതാണ് ഭാവിയിൽ തനിക്ക് ഏറ്റവും ഗുണകരമെന്ന് തെറ്റിദ്ധരിച്ചു. ഇത്തരത്തിലുള്ള പരിചാരികമാർ, സുഹൃത്തുക്കൾ, ഉപദേശികൾ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തും. ഇവരുടെ ഉപദേശങ്ങൾ വരുംവരായികളെപ്പറ്റി ചിന്തിക്കാതെ അനുസരിക്കുവാൻ തുനിഞ്ഞാൽ, അവർ പറയുന്ന പാതയിലൂടെ സഞ്ചരിക്കുവാൻ തുടങ്ങിയാൽ, ആണാകട്ടെ പെണ്ണാകട്ടെ ഇത്തരത്തിലുള്ള മന്ധരന്മാരോ നമ്മുടെ ജീവിതത്തിലേക്ക് സമീപിക്കുമ്പോൾ അവരെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളണം. അവർ പറയുന്നത് ന്യായമാണെങ്കിൽ, ധർമ്മത്തിന് നിരക്കുന്നതാണെങ്കിൽ അംഗീകരിക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഇപ്പോൾ കൈകേയിക്ക് പറ്റിയ പോലെ പറ്റും. ഇന്നലെ വരെ പട്ടമഹർഷിയായിരുന്നവൾ തൻ്റെ കൂട്ടുകാരി അല്ലെങ്കിൽ പരിചാരിക പറഞ്ഞ വാക്കിനെ അനുസരിച്ചതുകൊണ്ട് അതിലൂടെ സർവ്വം നേടാമെന്ന് തെറ്റിദ്ധരിച്ചു. എന്തിനു വേണ്ടി? സ്വത്തിനും സമ്പത്തിനോടുമുള്ള ആർത്തി. ഇപ്പം രാമായണം ശരിക്കും കാട്ടിത്തരുന്ന തലം എന്ന് പറയുന്നത്, അസന്നിഗ്ധമായി രാമായണം പ്രഖ്യാപിക്കുന്നത് അധാർമികമായും ചതിയിലൂടെയും മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട സർവ്വവിധമായ സൗഭാഗ്യങ്ങളെയും തൻ്റേതാക്കാനായി ഏതൊരുവനാണോ പ്രയത്നിക്കുന്നത് അവർക്ക് മുഴുവൻ സർവനാശമാണ്. അത് കൈകേയിക്കാണെങ്കിലും അവസാനം നമ്മൾ കാണുന്ന രാവണനാണെങ്കിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ലോകത്തിൽ സംഭവിക്കുന്ന സർവ്വവിധമായ സങ്കടങ്ങൾക്കും കാരണം സ്വത്തിനും സമ്പത്തിനും വേണ്ടിയിട്ടുള്ള മത്സരങ്ങളും ശാരീരിക സുഖങ്ങൾക്ക് തേടിയിട്ടുള്ള പ്രയാണങ്ങളുമാണ് എന്ന് അസന്നിഗ്ധമായി അനേകം തെളിവുകൾ നമ്മുടെ മുമ്പിൽ നിരത്തപ്പെടുന്നു, കാട്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള മന്ധരന്മാർ എത്തപ്പെടാം, മാന്ധരന്മാരും എത്തപ്പെടാം. അവരൊതുക്കുന്ന ചതിക്കുഴികൾ എടുത്തു ചാടുവാൻ പാടില്ല. അവർ പറയുന്നത് കേൾക്കുമ്പം ശരിയാണ്, ഗുണപ്രദമാണെന്നൊക്കെ തോന്നും. പക്ഷേ ഇന്നലെ വരെ പട്ടമഹർഷിയായിട്ടിരുന്നവൾ, ഇന്നലെ മുഴുവൻ ജനങ്ങളുടെ ആദരവിനും ബഹുമാനത്തിനും പാത്രീഭൂതയായവൾ ഇന്ന് അതേ ജനങ്ങളാൽ തന്നെ പറയുന്നു, നീ ഒരുത്തനാണ് ഞങ്ങളുടെ പ്രിയങ്കരനായ രാജാവിനെ കൊന്നത്, സ്വന്തം ഭർത്താവിനെ കൊന്നവളാണ് നീ, ലോകത്തിലെ ഏറ്റവും വലിയ നീചയായ സ്ത്രീയാണ് നീ. എന്തിന്? ആർക്ക് വേണ്ടിയിട്ടാണോ കൈകേയി ഈ കൊലച്ചതി ചെയ്തത്, രാജാവിനെ മരണത്തിലേക്ക് എത്തിച്ചത്, ആ മകൻ പോലും സ്വന്തം അമ്മയെ തള്ളിപ്പറയുന്നു. പിന്നെയോ അല്പം പോലും ഞാൻ മടിക്കില്ല മാതാവിനെ കൊല്ലാൻ പോലും എന്ന് പറയുന്ന തലത്തിലേക്ക് പുത്രൻ പോലും എത്തുന്നു.
അപ്പോഴാണ് കൈകേയിക്ക് സ്വയം ചിന്തിക്കാവുന്ന അവസരം ഉരുവാകുന്നത്. താനീ ചെയ്തതെല്ലാം പാഴായല്ലോ, തൻ്റെ പുത്രൻ തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മുവൊക്കെ തന്നെ അഭിനന്ദിക്കുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പുത്രൻ പറയുന്നു, എനിക്ക് അധാർമികമായിട്ട് ഇതൊന്നും വേണ്ട, അധാർമികമായി നേടുന്നതിനൊന്നും ആയുസ് ഉണ്ടാവില്ല, അല്പായുസേ ഉണ്ടാവൂ എന്ന ബോധം ആ പുത്രനുണ്ടായിരുന്നേ. ഏതായാലും സ്വത്തിനോടും സമൃദ്ധിയോടും അധികാരത്തോടുമുള്ള ആർത്തി മൂലം കൈകേയിക്ക് ഒരു നിമിഷം കണ്ണ് കാണാൻ കഴിയാതെ പോയി. അല്ലെങ്കിൽ മന്ധരയാൽ ചതിക്കപ്പെട്ടു, വഞ്ചിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും സ്വന്തം പകുതിരിവ് പ്രയോജനപ്പെടുത്താത്തതിൻ്റെ അപജയം ആണ് കൈകേയി അവിടേക്ക് എത്തിച്ചത് എന്ന് കൈകേയി എന്ന കഥാപാത്രം നമുക്ക് കാട്ടിത്തരുമ്പോൾ, മന്ധരയിലൂടെ കാട്ടിത്തരുന്നു മറ്റുള്ളവൻ ഐശ്വര്യത്തോട് കഴിയുമ്പോൾ അവരിലേക്ക് നുഴഞ്ഞു കയറി പല കുടുംബങ്ങളിലും അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുന്നവർ, കുടുംബത്തിലും അന്തഛിദ്രം സിദ്ധിക്കുന്നവർ ഇന്നും സമൂഹത്തിൽ സജീവമാണ്. ആൺരൂപധാരിയായും പെൺരൂപധാരിയായും ഇവർ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇത്തരക്കാരെ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമ്മൾക്ക് സങ്കടമായിരിക്കും സംഭവിക്കുക. പിന്നെയോ ഇനിയും സ്വത്തും സമ്പത്തുമല്ല, സഹോദര സ്നേഹമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. കൂടപ്പിറന്നവനെ അല്ലെങ്കിൽ കൂടപ്പിറന്നവരെ തന്നാൽ കഴിയാവുന്ന രീതിയിൽ ശുശ്രൂഷിക്കുകയും സംരക്ഷിക്കുകയും സേവിക്കുകയും ചെയ്യുകയാണ് ധർമ്മമെന്ന് ലക്ഷ്മണനിലൂടെയും ശത്രുഘ്നനിലൂടെയും ഭരതനിലൂടെയും രാമായണം നമുക്ക് കാട്ടിത്തരുന്നു. ലക്ഷ്മണന്റെ അത്രയും സഹോദരനായി ജീവിതത്തെ ഹോമിച്ച മറ്റൊരു സഹോദരനില്ല. അതുപോലെ തന്നെയാണ് ഭരതൻ. സർവ്വവിധമായ സൗഭാഗ്യങ്ങളോടും കൂടി അഷ്ടൈശ്വര്യത്തോടും കൂടി തനിക്ക് കഴിയാനുള്ള അവസരം മാതാവ് ഒരുക്കിയിട്ടും ഇത് തനിക്ക് അവകാശപ്പെട്ടതല്ല, ധാർമ്മികമായി ഇതിൻ്റെ അവകാശി തൻ്റെ ഏട്ടനാണ്, ഏട്ടനെ ചതിച്ച് എനിക്കിതൊന്നും വേണ്ട എന്ന ചിന്തയോടുകൂടി അച്ഛൻ്റെ വാക്കിനെ അക്ഷരം പ്രതി സത്യമാക്കാൻ വേണ്ടി വനത്തിലേക്ക് പുറപ്പെട്ട ഏട്ടൻ 14 വർഷം തികയുന്നതിൻ്റെ അന്ന് തിരികെ കൊട്ടാരത്തിലേക്ക് വന്നില്ലെങ്കിൽ എൻ്റെ പ്രാണനെ ഞാൻ അഗ്നികുണ്ഡത്തിലേക്ക് സമർപ്പിക്കുമെന്ന് ശപഥം ചെയ്തുകൊണ്ട് വെറും നിലത്ത് കിടന്നു 14 വർഷം ഒരു താപസന്റെ രീതിയിൽ ജീവിച്ചുകൊണ്ട് സർവ്വവിധമായ സുഖഭോഗങ്ങളെ ഉപേക്ഷിച്ച്. ഇവിടെയാണ് ഒരു സഹോദരൻ്റെ തലം. ഒരമ്മ പെറ്റ മക്കൾ എന്ന് പറയണമെന്നില്ല, ഒരമ്മയ്ക്ക് ജനിച്ച സന്തതികളാകണമെന്നില്ല, എന്തിനൊരു അച്ഛനെ ജനിച്ച സന്തതികൾ പോലും ആകണമെന്നില്ല സഹോദര ബുദ്ധി ഉണ്ടാകുവാൻ, സഹോദര സ്നേഹം ഉണ്ടാകുവാൻ. എന്നാൽ പരിപാലിക്കപ്പെടേണ്ടവനാണ്, എന്നാൽ സേവിക്കപ്പെടേണ്ടവനാണ് എന്നുള്ള ചിന്ത ജന്മനാ ഉണ്ടാകുന്നതല്ല, മറിച്ച് കർമ്മത്തിലൂടെയാണ് ഉണ്ടാകുന്നത് എന്ന് തൻ്റെ സർവ്വവിധമായ സൗഭാഗ്യങ്ങളെ ത്യജിച്ച ഭരതനിലൂടെയും, അതുപോലെ തന്നെ ജീവിതം മുഴുവൻ ഒരു നിഴൽ പോലെ കാറ്റും മഞ്ഞും വെയിലും എല്ലാം സഹിച്ച് ശ്രീരാമേന്ദ്രനും സീതാദേവിയും പുൽക്കൂട്ടിൻ്റെ ഉള്ളിൽ കഴിയുമ്പോഴും കഠിനമായ മഞ്ഞത്തും മഴയത്തുമെല്ലാം പുൽക്കൂട്ടിൻ്റെ വെളിയിൽ ഒരു കാവൽക്കാരൻ കണക്കെ നിന്ന് തൻ്റെ ജീവിതത്തെ ഹോമിച്ച ലക്ഷ്മണനിലൂടെയും നമ്മൾക്ക് കാട്ടിത്തരുന്നു. ഇതാണ് ഒരു സമൂഹം ഒരു സഹോദരൻ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഉത്തമനായ ഒരു സഹോദരൻ്റെ ധർമ്മം അതാണ് എന്നൊക്കെയാണ് രാമായണം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. അതിനുള്ള പ്രചോദനമായി നമ്മുടെ മുമ്പിലേക്ക് ലക്ഷ്മണനെയും ഭരതനെയും എത്തിച്ചു എന്ന് മാത്രം. പിന്നെയോ ദാ എത്തുന്നു രാവണൻ. മര്യാദയ്ക്ക് അഷ്ട ഐശ്വര്യങ്ങളോട് കഴിഞ്ഞവനാ. സ്വത്തും സമ്പർത്തിയും അനേകം തരുണിമണികളും ഉണ്ടായിരുന്നു. രാക്ഷസ സ്ത്രീകളും അതുപോലെ തന്നെ ദേവസ്ത്രീകൾ പോലും രാവണന് വശംവദരായിരുന്നു എന്ന് മണ്ഡോദരി തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ലോകത്തിൻ്റെ മുഴുവൻ ആദരവ് നേടിയവൻ, സ്വപ്നം കാണാൻ കഴിയുന്നതിനപ്പുറത്ത് സമ്പത്തും സമൃദ്ധിയുമുള്ളവൻ. ഒരു മനുഷ്യ സ്ത്രീയെ കണ്ടപ്പോൾ അവരുടെ സൗന്ദര്യത്തിൽ മോഹിച്ചു. അതിന് കാരണങ്ങൾ പലതുണ്ട്. എങ്കിലും ആ മോഹത്തിൻ്റെ പരിണിതഫലമായി എന്തു സംഭവിച്ചു? ചെയ്യാൻ പാടില്ലാത്ത അധർമ്മം ചെയ്തു. ഒടുക്കം തനിക്ക് വേണ്ടപ്പെട്ടവരായിരുന്ന തൻ്റെ മക്കൾ, തൻ്റെ സഹോദരന്മാർ, തൻ്റെ ഭൃത്യർ ഏവരെയും കൊലയ്ക്ക് കൊടുത്തു. ഒടുക്കം ഏവരുടെയും പരിഹാസത്തിന് പാത്രീഭൂതനായി പിന്നീടോ ഏതൊരുവൻ്റെ പത്നിയാണോ താൻ കട്ടുകൊണ്ടുവന്ന് തൻ്റെ പത്നിയാക്കണമെന്ന് പ്രവർത്തിച്ചത്, ചിന്തിച്ചത്, അവളുടെ പതിയാൽ തന്നെ മരണത്തെ വരിക്കേണ്ടി വന്നു. നോക്കുക, എല്ലാം ഉണ്ടായിരുന്നു, എങ്കിലും ഒരു സ്ത്രീ ശരീരത്തോട് തോന്നിയ ആസക്തി, വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് നമ്മുടെ പൂർവികർ പറയും. ഇത് എത്രയേറെ തടുക്കുവാൻ ശ്രമിച്ചാലും കഴിഞ്ഞെന്ന് വരികയില്ല. എത്ര അറിവുള്ളവനും പലപ്പോഴും സ്വത്തും സമ്പത്തും അല്ലെങ്കിൽ സ്ത്രീ സഹജമായ അല്ലെങ്കിൽ മനുഷ്യ സഹജമായ സ്ത്രീ ശരീരത്തോടുള്ള ആസക്തി, അന്യൻ്റെ ഭാര്യയെ കാണുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു സൗന്ദര്യധാമത്തെ കാണുമ്പോൾ അവളുടെ ചിന്ത എന്താണ്, അവളുടെ ആഗ്രഹം എന്താണ്, അവളുടെ മനസ്സിലിപ്പ് എന്താണ് എന്നൊന്നും മനസ്സിലാക്കാൻ തയ്യാറാവത്തില്ല. എൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് നിൽക്കണം, ലോകത്തിലുള്ള മുഴുവനും എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നിൽക്കണം, ഞാൻ പറയുന്നത് അനുസരിക്കണം, എന്നെ സേവിക്കണം എന്ന് ചിന്തിക്കുന്ന അനേകം രാവണന്മാർ ഈ സമൂഹത്തിലുണ്ട്. അടുത്ത കാലത്ത് തന്നെ നമ്മൾ കണ്ടു, ഒരു യുവതിയോട് ഒരു യുവാവിന് സ്നേഹം തോന്നി. ഒരു ദുർബുദ്ധിയായ സ്വഭാവശുദ്ധിയില്ലാത്ത ആ യുവാവ് നിങ്ങളുടെ മകളെ എനിക്ക് കെട്ടിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞു, പറ്റത്തില്ല, നിന്നെപ്പോലെ ഒരു ദുസ്വഭാവിക്ക് എൻ്റെ മകളെ കൊടുക്കാൻ കഴിയത്തില്ല എന്ന വാശിക്ക് ആ പിതാവിനെ ബന്ദിയാക്കി കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള വാർത്ത 2 ദിവസം മുമ്പാണ് നമ്മൾ പേപ്പറിലൂടെയൊക്കെ കണ്ടത്. അപ്പോൾ അന്യൻ്റെ ഭാര്യ ആയിക്കോട്ടെ, അന്യൻ്റെ മകളായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, എൻ്റെ ആഗ്രഹങ്ങൾ നടക്കണം, എങ്ങനെ വന്നാലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് കുശാലായിട്ട് നടക്കണം, സ്വത്തും സമ്പത്തും സമൃദ്ധിയും സ്ത്രീ സുഖവും ഞാൻ ആഗ്രഹിക്കുമ്പോൾ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് തന്നെ കിട്ടണം എന്നുള്ള അഹമ്മതി, അഹങ്കാരം
പലപ്പോഴും പലരിലും പ്രകടമാകും. അത് കലികാലത്ത് അളവറ്റ രീതിയിൽ വർദ്ധിക്കുന്ന വാർത്തകളും ദൃശ്യങ്ങളുമാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. അതിൻ്റെ പ്രതീകമാണ് രാവണൻ. അത്തരത്തിൽ ചിന്തിക്കുന്നവർ, അത്തരത്തിൽ പ്രവർത്തിക്കുന്നവർ സർവ്വവിധമായ നാശങ്ങളുടെ പടുകുഴിയിലേക്കായിരിക്കും വീഴപ്പെടുന്നത് എന്ന് കാണിക്കുമ്പോൾ തന്നെ ജന്മം കൊണ്ട് രാക്ഷസനാണെങ്കിലും രാജാവിൻ്റെ സഹോദരനാണെങ്കിലും തൻ്റെ ഏട്ടനൊരു അധർമ്മം ചെയ്യുമ്പോൾ അങ്ങ് ചെയ്തത് അധർമ്മമാണെന്ന് പറയുകയും ഞാൻ ധർമ്മത്തിൻ്റെ പാതയിലേക്ക് പിന്തുടരുകയാനും ധർമ്മം ചെയ്യുന്നവരുടെ ഭാഗത്തേക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മം ചെയ്യുന്നവർ ശത്രുവാണെങ്കിലും അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും തൻ്റെ ഏട്ടൻ ചെയ്ത അധർമ്മത്തെ നിശിതമായി വിമർശിക്കുകയും ചെയ്യണം. അതാണ് ഓരോ മനുഷ്യൻ്റെയും ധർമ്മം. കുലത്തെ രക്ഷിക്കുന്നവൻ അല്ലെങ്കിൽ തൻ്റെ സമൂഹത്തെ രക്ഷിക്കണം എന്ന് ചിന്തിക്കുന്നവൻ ധർമ്മത്തിൻ്റെ പാതയിലൂടെ ചരിക്കണം എന്ന് വിഭീഷണനിലൂടെ രാമായണം നമുക്ക് കാട്ടിത്തരുന്നു. പിന്നെയോ സർവ്വവിധമായ അധർമ്മത്തിൻ്റെയും മൂർത്തിമത് ഭാവമാണെങ്കിലും തൻ്റെ പതിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഗുണഗണങ്ങളുണ്ട്. അതോടൊപ്പം അല്ലറയില്ലറ ദുസ്വഭാവങ്ങളുണ്ട്. അതിൽ ഉപദേശരൂപേണ പരിഹാരം കണ്ടെത്തണം എന്ന് ചിന്തിച്ചുകൊണ്ട് ലോകം മുഴുവൻ ആദരിക്കത്തക്ക രീതിയിൽ ഉത്തമയായ ഭാര്യയുടെ തലത്തിലേക്ക് എത്തപ്പെട്ട മണ്ഡോദരി. ഇങ്ങനെ രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മൾക്ക് അളവറ്റ രീതിയിലുള്ള ഉപദേശങ്ങൾ തരുന്ന ദൃഷ്ടാന്തങ്ങളാണ്, തെളിവുകളാണ്, മാതൃകകളാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് രാമായണത്തിലൂടെ മനസ്സുകൊണ്ട് വേണം സഞ്ചരിക്കുവാൻ. രാമായണ കഥാപാത്രങ്ങളെ മനസ്സിലേക്ക് എടുക്കണം. ഈ കഥാപാത്രങ്ങളെ വെറുതെ വാൽമീകി മഹർഷി നമ്മൾക്കായി പകർന്നു തന്നതല്ല. നമ്മുടെ സ്വഭാവം ഒന്നുകിൽ അങ്ങനെ ആകരുത്, അല്ലെങ്കിൽ അങ്ങനെ ആകാവൂ എന്ന് നമ്മൾക്ക് കാട്ടിത്തരുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ കഥാപാത്രങ്ങളെയും രാമായണത്തിലേക്ക് എത്തിച്ചത്. ഈ കഥാപാത്രങ്ങളുടെ ഗുണവും ദോഷവും മനസ്സിലാക്കി, ധർമ്മ അധർമ്മങ്ങളെ മനസ്സിലാക്കി, രാമായണം നൽകുന്ന തത്വങ്ങളെയും ഉപദേശങ്ങളെയും യഥാരീതി അല്പമെങ്കിലും പാലിക്കുവാൻ ശ്രമിച്ചാൽ നമ്മൾക്ക് ഐശ്വര്യകരമായ രീതിയിൽ ഈ ജീവിതയാത്ര പൂർത്തീകരിച്ചവർ എല്ലാവിധമായ അജ്ഞാനങ്ങളിൽ നിന്നും അന്ധകാരങ്ങളിൽ നിന്നും പരിപൂർണമായ ജ്ഞാനസൂര്യൻ്റെ പ്രകാശകിരണങ്ങളാൽ ധന്യമായ ലോകത്തിലേക്കെത്താം. ഈശ്വര പാദപത്മങ്ങളിലേക്ക് വിലയം പ്രാപിക്കാം. ആ രഘുകുലതിലകമായ രാമചന്ദ്രമൂർത്തിയുടെ ഉജ്ജ്വലകരമായ ദൈവപ്രഭയിൽ, സൂര്യപ്രഭയിൽ നമ്മൾക്ക് ഐശ്വര്യകരമായ സൗഭാഗ്യങ്ങളെ അനവധിയായി ഭുജിക്കുവാൻ കഴിയും. അതിനുള്ള അവസരമാണ്, അതിനുള്ള സാഹചര്യമാണ് രാമായണം നമ്മുടെ മുമ്പിലേക്ക് കാട്ടിത്തരുന്നത്. ആ സാഹചര്യത്തെ ഏതൊരുവനാണോ പ്രയോജനപ്പെടുത്തുന്നത്, ഏതൊരുവനാണോ ഉപയോഗിക്കുന്നത്, അവന് എന്തും നേടുവാൻ കഴിയും. അവന് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല. അവൻ്റെ ജീവിതം അഷ്ടൈശ്വര്യങ്ങളാലും നിറയപ്പെടും, ബന്ധുബലങ്ങളാലും സമൂഹ സേവയാലും ധന്യമാകപ്പെടും എന്ന ഉപദേശം രാമായണം നമ്മൾക്ക് പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പ്രിയമിത്രങ്ങളെ, മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ, അമൃതം ഗോപാലകൃഷ്ണൻ എന്ന ഈ എളിയവൻ്റെ ശതകോടി പ്രണാമം.